എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. സർ സിപിയുടെ പുതിയ കണ്ടുപിടുത്തം ചെകുത്താൻ. ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ല. ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പ് മനുഷ്യന് തോന്നി പോകുന്ന രീതിയിലാണ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആരാണ് ഇയാള്? ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും. മോഹൻലാല്, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തെ ഫ്ലാഷ് ബാക്ക്. ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. ഗുഡ് ന്യൂസ് ആൻഡ് സർപ്രൈസ് ഫോർ യു. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. End of flashback. ഒരു മൈരം വരും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. ഒരു മൈരനല്ല, ഇതുപോലത്തെ 2-3 മൈരന്മാർ കാണും. എന്നാൽ ഒരു 2 മൈരന്മാരിൽ നിന്ന് ഷൈൻ ചെയ്യാൻ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറും മൈരന്മാരാ നാട്ടിലെ. ഇത്രയും വർത്താനവും പറഞ്ഞിട്ട് ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടിക്കൊണ്ടേ തിരക്കത്തു. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് ഒരു മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും കളഞ്ഞിട്ടുണ്ട്. ഉപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട്. നാണമുണ്ടോ ഇയാൾക്ക്? ചേട്ടാ ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. ഞാൻ പോലീസ് ജിപ്പി മൂന്നാറ് ടൂറിന് പോണെന്ന് കരുതിയോടാ. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. ഒരു കേണലാണ് ശരിയാ വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇമാതിരി വേഷം കെട്ടി നടക്കുന്ന ഏതോ പട്ടാള സിനിമയിൽ അഭിനയിച്ചവനെ പിടിച്ച് ഈ നാട് നശിച്ചൊരു നാടായതുകൊണ്ട് ഇപ്പൊ പട്ടാളക്കാരുടെ ഗതികേട് എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടേക്കുന്നത്. നീ ഏതാടാ നായേ? നീയാണല്ലോ കോടതി. ഓടാമയില് മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ.